ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരി എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 18-ാം സങ്കീർത്തനം 43 മുതൽ 50 വരെയുള്ള ഭാഗങ്ങൾ. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ജനതകൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കും. അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യർ ക്ഷയിച്ചു പോകുന്നു, തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചുകൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജനതകളെ എനിക്ക് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്കും മീതെ നീ എന്നെ ഉയർത്തുന്നു. അക്രമിയുടെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ സകല ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. രാജാവും നബിയുമായ സങ്കീർത്തനകാരനായ ദാവീദ് തൻ്റെ വ്യക്തിജീവിതത്തെയും ആത്മീയ അനുഭവത്തെയും അധികാരിയും രാജാവും എന്ന നിലയിലുള്ള അനുഭവത്തെയും തനിക്ക് ദൈവം നൽകിയ വിജയത്തെയും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് തൻ്റെ ആത്മീയതയും തൻ്റെ വിജയവും പ്രഖ്യാപിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഈ വേദവാക്യങ്ങൾ പ്രത്യേകിച്ച് സാധാരണ മനസ്സോടുകൂടി വായിക്കുന്ന ചിലർക്ക് ഇതിലെന്ത് ആത്മീയതയുണ്ട്, ഇതിൽ ക്ഷമയുടെ സന്ദേശം എന്തുണ്ട്, ദൈവിക സന്ദേശമാണോ ഇത്, സ്വാർത്ഥപരമായ ചില പ്രസ്താവനകളല്ലേ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. എന്നാൽ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളുടെയും ഒരു പ്രത്യേകതയാണ്. വേദപുസ്തകങ്ങൾ മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും ശാസ്ത്രീയ പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് ചിന്തിക്കുമ്പോൾ അത് പ്രശ്നകാരിയായിട്ട് മാറും. നമ്മളുടെ അറിവ് അത് അല്പമായിട്ടേ വെളിവാകത്തുള്ളൂ. അതേസമയം അതിനെക്കുറിച്ചൊരു ഹോളിസ്റ്റിക് സ്റ്റഡി നടത്തണം, ഒരു പൂർണ്ണമായ സ്റ്റഡി നടത്തണം. അപ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് 18-ാം സങ്കീർത്തനം 1 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പല എപ്പിസോഡുകളിലായി ചിന്തിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണതയും വ്യാഖ്യാനവും എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ 43 മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അധികാരി എന്ന നിലയിൽ തനിക്ക് ദൈവം നൽകിയ വിജയത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു, തൻ്റെ സ്വജീവിതത്തെ സാക്ഷിക്കുന്നു, തൻ്റേതായ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ജനതകൾക്കെന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. പഴയ നിയമകാലത്ത്, പ്രത്യേകിച്ച് പഴയ കാലത്തെയൊക്കെ രാജാധികാരം എന്ന് പറയുന്നത് ദൈവദത്തമായി കണക്കാക്കിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് കുടുംബപരമായി കൈമാറിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മക്കത്തായവും മരുമക്കത്തായവും പിന്തുടരുന്ന സംവിധാനം ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവിടെ മറ്റുള്ളവർക്ക് അധികാരത്തിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. അധികാരി തീരുമാനിക്കുന്നു, ജനങ്ങൾ അനുസരിക്കുന്നു. ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ രാജാധികാരത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് സ്വേച്ഛാധിപതികളായിരുന്നു പല ഭരണാധികാരികളും. പക്ഷേ ഇസ്രായേലിലെ രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവരെ സ്വേച്ഛാധിപതിമാരായി ആരും കണക്കാക്കുന്നില്ല. ബുദ്ധിയോടും ദൈവശക്തിയോടും കൂടി ദൈവത്തിനു വേണ്ടി ഭരണം നടത്തിയവർ എന്ന് അവരെ വിലയിരുത്തിയിരുന്നു. തിരുവിതാംകൂർ ഭരണകാലത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തൃപ്പടിദാനം എന്ന സമർപ്പണം നടത്തിയിരുന്നു. ഈശ്വരന് വേണ്ടി, അനന്തപത്മനാഭന് വേണ്ടി താൻ രാജ്യം ഭരിക്കുന്നു. ആ അനന്തപത്മനാഭൻ്റെ ഒരു പ്രതിനിധിയാണ് താൻ. അതായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിൻ്റെ ഒരു പ്രത്യേകത. ആയതുപോലെ പഴയ നിയമ കാലഘട്ടത്തിലും രാജാക്കന്മാരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറിവില്ലായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, ദൈവത്തെ മറന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുകയും തിരുത്തലുകൾ ലഭിക്കുകയും അധികാരങ്ങൾ നഷ്ടപ്പെടുകയും ഓടി ഒളിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആയതുപോലെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അധികാരം നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഓടി ഒളിക്കേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനങ്ങളും അനുതാപ കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി മറ്റുള്ളവരെ സഹായിച്ച് ദൈവത്തിന് വേണ്ടി രാജ്യം ഭരിച്ച ഒരു അധികാരിയായി ദാവീദിനെ നമുക്ക് കണക്കാക്കാം. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ജനങ്ങൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ രാജാവിന് കൊടുത്ത വെറുമൊരു വിടുതലല്ല. പ്രത്യേകിച്ച് രാജാധിപത്യ കാലഘട്ടത്തിൽ അവരുടെ ശത്രുക്കൾ പലപ്പോഴും അവരെ ആക്രമിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ട്, അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ സൂക്ഷ്മതയോടും ബുദ്ധിയോടും കൂടി അതിജീവിച്ച ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു. ചില എതിർപ്പുകളെയൊക്കെ അടിച്ചമർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എതിർക്കുന്നവരെയൊക്കെ പലപ്പോഴും കൊല്ലുകയും ചെയ്തിട്ടുള്ള രാജാധിപത്യ ക്രമം പഴയകാലത്ത് ഉണ്ടായിരുന്നു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ഒരധികാരി ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ എതിർപ്പുകളിൽ നിന്ന് മാത്രം രക്ഷപ്പെടുത്തി എന്നുള്ള ഒരർത്ഥത്തിലല്ല ദാവീദ് അവിടെ സാക്ഷിക്കുന്നത്. അതിനേക്കാൾ ഉപരി ജനത്തിൻ്റെ കലഹം പല രീതിയിലാകാം. ന്യായത്തിനു വേണ്ടിയുള്ള കലഹമുണ്ട്, അധികാരം പിടിച്ചെടുക്കാനുള്ള കലഹമുണ്ട്, അധാർമികതയ്ക്ക് വേണ്ടിയുള്ള കലഹമുണ്ട്. തങ്ങളുടെ അധാർമികതയിൽ നിലനിൽക്കുവാൻ വേണ്ടി അതിനെ എതിർത്ത രാജാവിനോടുള്ള കലഹമുണ്ട്. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ദൈവമേ നീ എന്നെ വിടുവിച്ചു എന്ന് രാജാവ് സാക്ഷിക്കുമ്പോൾ അവൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ അടിച്ചൊതുക്കിയതുകൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഞാൻ വിടുവിക്കപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ല. മറ്റുള്ളവൻ എന്നെ എതിർക്കാൻ വന്നപ്പോൾ എൻ്റെ ചാരന്മാർ എനിക്ക് മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നില്ല. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ജനത്തിൻ്റെ കലഹങ്ങൾ ഒരുപാടില്ലേ? ഇന്ന് നമ്മളൊന്നും രാജാക്കന്മാരോ രാജകുമാരന്മാരോ ഒന്നുമല്ല. പക്ഷേ നമുക്കൊക്കെ എതിരെ ഒരുപാട് കലഹങ്ങൾ ഉയരുന്നില്ലേ? ഭാര്യയ്ക്കെതിരെ ഭർത്താവ്, ഭർത്താവിനെതിരെ ഭാര്യ, മാതാപിതാക്കൾക്കെതിരെ മക്കൾ, സഹോദരങ്ങൾ തമ്മിൽ, ചാർച്ചക്കാർ തമ്മിൽ, അധികാരികൾ തമ്മിൽ, ഉദ്യോഗസ്ഥ മേഖലയിൽ എന്നു വേണ്ട എല്ലാ മേഖലയിലും ഇന്ന് കലഹങ്ങളുണ്ട്. മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും കലഹങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമുണ്ട്. തൻ്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള പോരാട്ടമുണ്ട്. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് ദൈവമേ നീ എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ രാജാവാണ്, രാജകുമാരനാണ്, അധികാരിയാണ്, അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ വ്യക്തിയും ചിന്തിക്കണം, ദൈവമേ ഞാൻ നേരിടുന്ന കലഹങ്ങൾ ഒത്തിരിയാണ്, അതിൽ നിന്നൊക്കെ നീ എന്നെ അതിശയകരമായിട്ട് വിടുവിക്കുന്നില്ലേ? എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, എന്തുമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നത്. കലഹങ്ങളുടെ കാരണങ്ങൾ നമ്മൾ പല രീതിയിൽ കാണാറുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ അവനവൻ്റെ മാംസരക്തങ്ങളിൽ, അവനവൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ഭോഗേച്ഛകൾ മൂലം കലഹങ്ങളുണ്ടാകുന്നു, അസൂയ ഉണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ആരോടെങ്കിലുമൊക്കെ കലഹിക്കാതിരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ആരോടെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പറയത്തില്ലയോ, ഒരു ബാഡ് വർക്കർ എന്ന് വെച്ചാൽ പണി അറിയാത്തവൻ തൻ്റെ ടൂൾസുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഭവനങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലയോ, പാത്രങ്ങളോട് പോരടിക്കുന്ന ഒരമ്മയെ കാണാം, ഒരു സ്ത്രീയെ കാണാം. ചിലപ്പോൾ കോഴിയോടോ പട്ടിയോടോ പൂച്ചയോടോ കലഹിക്കുന്ന വീട്ടുകാരെ കാണാം. ഒന്നുമില്ലെങ്കിൽ സ്വന്തം നിഴലിനോട് പോരടിക്കുന്ന വ്യക്തിത്വങ്ങളെ കാണാം. കലഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ജന്മസിദ്ധമായ സ്വഭാവമാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലയോ, ഉടക്കുക എന്ന് പറയാറുണ്ട്. ചിലർ ഭയങ്കര മുൻകോപികളും ഉടക്കന്മാരുമാണെന്ന് പറയാറുണ്ട്. ചിലർ മനഃപൂർവ്വം കലഹിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല, ഉടക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല, അവരുടെ സംസാരം ആ രീതിയിലാണ്. ഒന്ന് നോക്കിയാൽ തന്നെ ആ പ്രശ്നമാണ്. വാഹനം ഓടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ലയോ, ചിലർ പെട്ടെന്ന് വാഹനം കയറ്റിക്കൊണ്ട് പോയിട്ട് ഒരു നോട്ടം നോക്കും, നടന്നു പോകുമ്പോൾ ഒരു നോട്ടം നോക്കും. ഇന്നത്തെ കാലത്ത് കലഹത്തിന് സംസാരത്തിൻ്റെ, ശബ്ദത്തിൻ്റെ ആവശ്യമില്ല പ്രിയമുള്ളവരെ, ഒറ്റ നോട്ടം മതി. ചിലപ്പോൾ കലഹമുദിക്കുന്നത് കാർക്കിച്ചു തുപ്പി അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടാക്കി, നീ എന്തിനാ ശബ്ദമുണ്ടാക്കിയത്, നീ എന്തിന് കാർക്കിച്ചു തുപ്പി, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കലഹം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
പ്രിയമുള്ളവരെ, മനുഷ്യരൊക്കെ ഇന്ന് പല രീതിയിലാണ് ജീവിക്കുന്നത്. അവൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നറിയത്തില്ല. നമ്മൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കാര്യമുണ്ട്. ദൈവമേ, ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. എനിക്കെതിരെ കലഹങ്ങൾ ഉയർത്തുന്ന ആന്തരികമായ ചില ദുഷ്ടശക്തികളുണ്ട്. മനസ്സിൽ നിന്ന് തന്നെയുള്ള ചില കലഹങ്ങളെ നമ്മൾ ചിലപ്പോൾ കേൾക്കാറില്ലയോ? ചില കലഹങ്ങളുണ്ട് പ്രിയമുള്ളവരെ, അത് മനസ്സിൽ നിന്ന് തന്നെ ഉയരുക. ഒരു മനുഷ്യനും നമ്മുടെ മുൻപിൽ കാണത്തില്ല, ഒരു ജീവജാലങ്ങളും നമ്മുടെ മുൻപിൽ കാണത്തില്ല. നമ്മളുടെ മുറിക്കകത്ത് നമ്മൾ മാത്രമായിരിക്കും ചിലപ്പോൾ. അപ്പോഴും മനസ്സ് കലഹിക്കും, വൃദ്ധമായ ചിന്തകൾ ഉദിപ്പിച്ചുകൊണ്ടിരിക്കും. ആരോടെങ്കിലും എന്തിനോടെങ്കിലും വഴക്കുണ്ടാക്കാൻ പ്രേരിപ്പിക്കും. വർഷങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും മുൻപ് നടന്നുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് തികട്ടിക്കൊണ്ടിരിക്കും. അറിയാത്ത രീതിയിലുള്ള കലഹങ്ങൾ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു ആന്തരികമായ സൗഖ്യം നമുക്ക് കിട്ടണം. ആന്തരികമായ മുറിവുകളിൽ നിന്നുള്ള കലഹം, ഭോഗേച്ഛകളിൽ നിന്നുള്ള കലഹം, സ്വാർത്ഥതയിൽ നിന്നുള്ള കലഹം, ഇതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോടൊക്കെയോ നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്, മറക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കലഹങ്ങളായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ നന്നാകാത്തതിൻ്റെ കാരണം ഇത് തന്നെ പ്രിയമുള്ളവരെ. ചിലതൊക്കെ മറക്കാൻ നമുക്ക് പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഈ മറക്കാനും ഉപേക്ഷിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ കലഹവസ്തുക്കളായി നമ്മളെ പിന്തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിൻ്റെ പിന്നിലും ഈ കലഹങ്ങളാണ്. അപ്പം ആന്തരികമായി നമ്മൾ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലഹങ്ങൾ, പ്രതികാരത്തിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന കലഹങ്ങൾ. വീണ്ടുമുണ്ട് നമ്മളുടെ മനസ്സിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന കലഹങ്ങൾ. നമുക്കെന്ത് കിട്ടിയാലും പോരാ, ഒന്നും ആയിട്ടില്ല, നിനക്ക് എന്തുമാത്രം നേടാമായിരുന്നു, അവന് കിട്ടിയില്ലയോ, അവൾക്ക് കിട്ടിയില്ലയോ, നിന്നേക്കാൾ മണ്ടനല്ലായിരുന്നോ, കുറവുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നവനല്ലായിരുന്നോ, വന്നവളല്ലായിരുന്നോ. ഇതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ആയിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊത്തിരി അർഹതകളുണ്ടായിരുന്നു, അർഹതയുണ്ടായിട്ടും എല്ലാവരും എന്നെ പിന്തള്ളി, ആരൊക്കെയോ എന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ആരൊക്കെയോ എനിക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലൊരു വലിയ കലഹമാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഉണ്ടല്ലോ, ചില സമയത്ത് നമ്മളുടെ ചുറ്റും 1000 പേര് കാണും കേട്ടോ. ഈ 1000 പേര് കാണുമ്പോൾ 2 രീതിയിൽ നമ്മൾ ചിന്തിച്ചോണം. അതിലൊന്നാമത്തെ തലം ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ തോന്നും, ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, മുൻപിലില്ല, അവർ നമ്മളെക്കുറിച്ച് ഓർക്കുന്നില്ല, അവരവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ചിന്തിക്കും, ഇവരെല്ലാം എൻ്റെ ശത്രുക്കളാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ശത്രുക്കളില്ല, യഥാർത്ഥത്തിൽ മുൻപിൽ ആരുമില്ല. നമ്മളങ്ങ് സൃഷ്ടിക്കുകയാണ്, നമ്മൾ അവരോടൊക്കെ അങ്ങ് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർ നമ്മളോട് കലഹമുണ്ടാക്കുന്നെന്ന് നമ്മൾ സ്വപ്നം കാണുക. അതൊരു പ്രശ്നമാണ്. അതിൽ നിന്നൊരു പോസിറ്റീവ് തലത്തിലേക്ക് മാറണം. ആ നെഗറ്റീവ് റിയാക്ഷനിൽ നിന്ന് പോസിറ്റീവ് റിയാക്ഷനിലേക്ക് നമ്മൾ മാറണം. ആ പോസിറ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയാണെങ്കിലും നമ്മൾക്കാരും അനുകൂലമില്ല എന്ന് തോന്നുന്നുവെങ്കിലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്, നമ്മളെ സഹായിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, നമ്മളോട് നിരപ്പാകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ ഒരു ചിന്ത വരുമ്പോൾ പ്രിയമുള്ളവരെ, കലഹം മാറി നിരപ്പിൻ്റെ ആത്മാവാണ് വരുന്നത്. അവിടെ ഒരു ഉടമ്പടി ഉണ്ടാകുകയാണ്, ഒരു സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയാണ്, സംതൃപ്തിയുടെ അനുഭവം ഉണ്ടാകുകയാണ്. എനിക്കും നിങ്ങൾക്കും ഇന്ന് വേണ്ടത് പ്രിയമുള്ളവരെ, കലഹത്തിൽ നിന്ന് മോചിതരാകുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടത് ആ ഒരു വലിയ ഘടകമാണ്, ഒരു വലിയ കാര്യമാണ്. ദൈവമേ, ജനങ്ങളുടെ കലഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു, ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ടും ഭൗതികമായിട്ടും ഞാനും നിങ്ങളും സൃഷ്ടിച്ച കലഹത്തിൻ്റെ വിത്തുകളെ എടുത്ത് കളയുക എന്നുള്ള മൂന്നാമതൊരു തലം കൂടി അതിൻ്റെ അകത്തിലുണ്ട്. കലഹത്തിൻ്റെ വിത്തുകൾ നമ്മൾ സൃഷ്ടിച്ചു, നമ്മൾ പലയിടത്തും ഇട്ടിരിക്കുകയാണ്. ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, ദൈവം എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, ഞാൻ മൂലമുണ്ടായിട്ടുള്ള ചില കലഹങ്ങളുണ്ട്. ആ കലഹത്തിന് ഒരു വിടുതലുണ്ടാകണം. നമ്മൾ തുറന്നുവിട്ട, കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ചില ഭൂതങ്ങളുണ്ട്, സ്വാർത്ഥതയുടെ ഭൂതങ്ങൾ, അഹങ്കാരത്തിൻ്റെ ഭൂതങ്ങൾ. ഇവയെല്ലാം കലഹ വസ്തുക്കളായിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, നല്ല അനുഭവത്തിൽ ജീവിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവനെ, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നീ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ച്, നീ സമാധാനത്തോടെ ജീവിച്ച്, നീ പ്രാർത്ഥിക്കുകയാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആരെങ്കിലും നമ്മൾ മൂലം കലഹാവസ്ഥയിലോട്ട് പോയിട്ടുണ്ടോ? പരസ്പരം പോരടിക്കുന്നുണ്ടോ? പരസ്പരം തർക്കിക്കുന്നുണ്ടോ? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം സമാധാനത്തിൻ്റെ ആത്മാക്കളാണെന്ന് പറഞ്ഞാലും,
നമ്മൾ മൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കലഹാവസ്ഥകളെ മാറ്റാത്രത്തോളം കാലം നമ്മുടെ ജീവിതം പൂർണ്ണമല്ല, അനുഗ്രഹമല്ല. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് മനുഷ്യന് നാവുണ്ട്, ആരോഗ്യമുണ്ട്, മൊബൈലുണ്ട്. ഇതിലൂടെയൊക്കെ എന്തും പടച്ചുവിടാം, എന്തും സൃഷ്ടിച്ചു വിടാം. അപ്പോഴും നമ്മൾ ചിന്തിച്ചോണം, കലഹത്തിൽ നിന്ന് ദൈവമേ നീ എന്നെ വിടുവിച്ചു, ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു എന്ന് എനിക്ക് ദാവീദിനെ പോലെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മൂലമുണ്ടാക്കിയ എല്ലാ കലഹങ്ങളും മാറണം, കലഹത്തിൻ്റെ വിത്തുകളും മാറണം, ഒരു വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. അങ്ങനെ ചെയ്തു വരുമ്പോഴേ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപാന്തരപ്പെടുകയും വളരുകയും ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒന്നിനു പിറകെ ഒന്നായി നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നു, നീ ജനതകൾക്കെന്നെ തലവനാക്കിയിരിക്കുന്നു, ഞാൻ അറിയാത്ത ജനമെന്നെ സേവിക്കുന്നു. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ തലവനാണ് അധികാരി. ജനത്തിന് നീ എന്നെ തലവനാക്കിയിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, അല്ലയോ ദൈവമേ, നീ എന്നെ ജനത്തിന് തലവനാക്കിയിരിക്കുന്നല്ലോ, ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നല്ലോ. തലവനാകുക എന്ന് പറയുന്നത്, തലയാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. നീ എന്നെ തലവനാക്കിയിരിക്കുന്നു എന്നുള്ള വാചകം ഒറ്റ വാക്കിന് നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും, ദാവീദ് ഭയങ്കരമായിട്ട് രാജാവായതുകൊണ്ട് വെറുതെ പറഞ്ഞതാണെന്ന്. അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. ദൈവമേ, നീ എന്നെ തലവനാക്കിയിരിക്കുന്നു, ജനത്തിന് തലവനാക്കിയിരിക്കുന്നു. ഓരോ അധികാരികളും ചിന്തിക്കേണ്ടതാണ്, അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അപ്പം തലവനാകുക എന്നുള്ളതും സേവിക്കപ്പെടുക എന്നുള്ളതും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്, ഞാൻ ശുശ്രൂഷിക്കുവാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. ജനത്തിന് തലവനാകുക എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയേറിയ ഉത്തരവാദിത്വമാണ്. ഓരോ ഭരണാധികാരിയും ഇന്ന് ചിന്തിക്കണം. അന്ന് ദാവീദ് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദൈവനാമത്തിൽ പറഞ്ഞു, സങ്കീർത്തനമായിട്ട് പാടി, ദൈവമേ ജനത്തിന് നീ എന്നെ തലവനാക്കിയിരിക്കുന്നു, തലവനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പദവികൾ ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഓരോരുത്തരും അത് ചിന്തിക്കണം. ദൈവമാണ് അധികാരം നൽകിയിരിക്കുന്നത്, ദൈവത്താൽ അല്ലാതൊരു അധികാരവുമില്ല. ദൈവേഷ്ടത്തിന് വിരുദ്ധമായി പിടിച്ചെടുക്കുന്ന അധികാരങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനത്തിന് വേണ്ടിയുള്ളതല്ല. ഇന്നത്തെ ആധുനിക രാഷ്ട്രീയത്തിൽ കാലുവാരിയും പരസ്പരം പോരടിച്ചും ഒതുക്കിയുമൊക്കെ നേടുന്ന അധികാരങ്ങൾ ഒത്തിരിയാണ്. നിരപരാധികളെ അവരുടെ സിംഹാസനത്തിൽ നിന്ന്, പദവിയിൽ നിന്നും മറിച്ചിടുവാൻ തക്കവണ്ണം വെമ്പുന്ന ഒരു സമൂഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലും ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. പോരാട്ടത്തിൻ്റെ സമയത്ത് പോലും നേരിട്ടുള്ള പോരാട്ടമല്ല. പഴയ കാലത്തും പോരാട്ടങ്ങളുണ്ടായിരുന്നു, മത്സരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ മത്സരങ്ങൾക്ക് അതിൻ്റേതായൊരു ധാർമ്മികതയുണ്ടായിരുന്നു. എതിരാളിയെക്കുറിച്ച് പോലും ബഹുമാനത്തോടെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആരെക്കുറിച്ചും എന്തും പറയും. ഒരു വ്യക്തിയെക്കുറിച്ച് എതിർക്കുന്നത് വ്യക്തിപരമായ എതിർപ്പുണ്ടായിട്ട് മാത്രമല്ല, അവൻ വിജയം പ്രാപിക്കുന്നു, അവൻ ഉയരാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ, മറ്റു മാർഗമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഭീരുവിൻ്റെ ആയുധവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. തലവനാകുവാനുള്ള അവസരത്തിന് വേണ്ടി പല തലകളും കൊയ്തു കളഞ്ഞ പഴയകാലത്തെ രാജാക്കന്മാരെക്കാൾ ക്രൂരന്മാരായി ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. തലവനാകുവാൻ വേണ്ടി കൊള്ളരുതായ്മകൾ കൂട്ടുന്ന സമൂഹം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ ഓർത്തോണം, ഈ തലവനാകുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയും കൂടിയാണ്. ചില സമയത്ത് ദൈവം നമ്മളെ തലയാക്കിയെന്ന് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിൻ്റെ ദേശത്തെ വാലല്ല തലയാക്കുമെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചില പ്രത്യേക സമയങ്ങളുണ്ട് കേട്ടോ. തലയാകാതിരിക്കുന്നത്, തലവനാകാതിരിക്കുന്നത് നല്ലതാണ് ചില പ്രത്യേകമായ സമയത്ത്. അതിൻ്റെ കാരണം ഓർത്തോണം, അർഹതയില്ലാതെ, യോഗ്യതയില്ലാതെ, വളർച്ചയില്ലാതെ, ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ തലയാകുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ആ ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ ബബ്ബ പറഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് വാലായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ഘട്ടം ഘട്ടമായി വളർന്ന് നമ്മളവിടെ എത്തണം. ഈ മൂക്കാതെ പഴുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഞെക്കിപ്പഴിപ്പിക്കുന്നതിൽ അനുഭവമുണ്ട്. ഞെക്കിപ്പഴിപ്പിക്കുന്ന ചില അനുഭവം വരുന്നതാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ട് വരണം.
നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ളൊരു കാര്യമാണ്. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ ജനത്തിന് നീ എന്നെ തലവനാക്കിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അധികാരത്തിലെത്തി തലവനാകുക എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ പിൻവാങ്ങി നിൽക്കുന്നത് നല്ലതാണ്. നമ്മളുടെ അറിവില്ലായ്മയും നമ്മളുടെ ബലഹീനതയും ഒക്കെ മറ്റുള്ളവരറിയുന്നതിനാണ്. നമ്മൾ പഠിക്കണം. പഠിച്ചതിൻ്റെ പൂർണ്ണതയിൽ അഭ്യാസം തികഞ്ഞവൻ ഗുരുവിനെ പോലെ ആകുമെന്ന് പറഞ്ഞതുപോലെ ആ തലത്തിലേക്ക് എത്തുന്ന ഒരു അനുഭവം വേണം. യോഗ്യതയില്ലാത്തവൻ തലവനാകുമ്പോൾ യുദ്ധങ്ങളുണ്ടാകും, യുദ്ധശ്രുതികളുണ്ടാകും, സമൂഹത്തിന് നാശമുണ്ടാകും, പരിസ്ഥിതിക്ക് നാശമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ സ്വാർത്ഥത കൊണ്ട്, നമ്മുടെയൊക്കെ താല്പര്യം കൊണ്ട് തലവന്മാരാകാൻ തക്കവണ്ണം അർഹതയില്ലാതെ, യോഗ്യതയില്ലാതെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഓർത്തോണം, നമ്മളവിടെ എത്തി. പക്ഷെ അതുമൂലം അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ദൈവത്തിന് പോലും ഒരു സന്തോഷം തോന്നത്തില്ല. ധാർമ്മികതയോടെ പരാജയപ്പെടും. വിജയം അവിടെ ഇല്ലാതെയായിത്തീരും. രാജാധിപത്യകാലത്ത് നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാജാധിപത്യത്തെക്കാളും ബലഹീനതയുള്ള, അതിനേക്കാളും അടിച്ചമർത്തലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ പലപ്പോഴും കാലാകാലങ്ങളിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്തും അല്ലെങ്കിൽ കേരളത്തിലേക്ക് നോക്കിയാൽ രാജാധിപത്യ കാലത്തും ഉണ്ടായിരുന്ന സൗകര്യങ്ങളെക്കാളും അല്പസ്വല്പ വളർച്ചയ്ക്ക് അനുസൃതമായ വികാസം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ മാനുഷികമായ എന്ത് വളർച്ചകൾ എത്രത്തോളം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കണം. ആ സമൂഹത്തിൽ പൊതുവായി, ലോകത്തിൽ പൊതുവായി ഉണ്ടായ വളർച്ചകൾ എത്രത്തോളം വ്യക്തിഗതമായി ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കണം. കുറേ റോഡുണ്ടായതുകൊണ്ടോ പാലങ്ങളുണ്ടായതുകൊണ്ടോ കെട്ടിടങ്ങളുണ്ടായതുകൊണ്ടോ ഒന്നും ഒരു മനസാക്ഷിയുടെ വളർച്ചയെന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല. പ്രിയമുള്ളവരെ, സർഫസ് സ്ട്രക്ചറൊക്കെ ഒരുപാട് വളർന്നു, ഒത്തിരി വികസിച്ചു. പക്ഷേ സർഫസ് സ്ട്രക്ചർ വികസിച്ചെങ്കിൽ തന്നെയും മനുഷ്യൻ വികസിച്ചിട്ടില്ല. മനുഷ്യൻ്റെ മനസ്സ് ചെറുതായി പോകുന്നു. നമ്മൾ പറയാറില്ലയോ പലപ്പോഴും, അതായത് ഇടുങ്ങിയ കെട്ടിടത്തിൽ കിടക്കുകയാണെങ്കിലും വിശാല മനസ്സുണ്ടായിരുന്നു. ഇന്ന് വലിയ കെട്ടിടത്തിൽ കിടക്കുന്നവൻ്റെ മനസ്സ് ചെറുതാണ്. കൊച്ചു മുറിക്കകത്തിൽ 5-6 പേര് പണ്ട് കിടക്കുമായിരുന്നു. ഇന്ന് വിശാലമായ സ്ക്വയർ ഫീറ്റുകളുള്ള ഒറ്റ മുറിയിൽ പോലും ഒരുവനെപ്പോലും അധികത്തിൽ കിടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു സൗകര്യമില്ലാതെ പോയി. നമ്മൾ 2000-ഉം 2500-ഉം സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പലരും വയ്ക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്തിൽ മാക്സിമം 2, 3, 4 ബെഡ്റൂമിനപ്പുറം വയ്ക്കാൻ പറ്റാത്തൊരു തലത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. പണ്ട് കേവലം സ്ക്വയർ ഫീറ്റ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഓല കൊണ്ടും അല്ലെങ്കിൽ മടൽ കൊണ്ടുമൊക്കെ കുത്തിച്ചാരി ഉണ്ടാക്കിയ ചെറിയ മുറിക്കകത്തിൽ എത്ര പേരൊക്കെ കിടന്നു. അപ്പോൾ അതിൻ്റെ വിശാലത പലതാ. മുറികൾക്കും വിശാലതയുണ്ടായിരുന്നു, മനുഷ്യനും വിശാലതയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വിശാലതയുണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ വിശാലരായെങ്കിൽ മാത്രമേ മറ്റുള്ളതിനെല്ലാം വിശാലത്വം വരത്തുള്ളൂ. മുറിക്ക് വിശാലത്വം വരത്തുള്ളൂ, വീടിന് വിശാലത്വം വരത്തുള്ളൂ, നമ്മുടെ ചിന്താഗതികൾക്ക് വിശാലത്വം വരത്തുള്ളൂ, പണം കൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ദൈവമേ നീ എന്നെ ദേശത്തിന് തലവനാക്കി, ജനത്തിന് തലവനാക്കിയിരിക്കുന്നു, ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുമെന്ന് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആഴം വാക്കുകൾക്കപ്പുറമായിരിക്കും, ചിന്താധാരകൾക്കപ്പുറമായിരിക്കും. അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. ഈ സേവിക്കുക എന്നുള്ളതിന് ശുശ്രൂഷിക്കുന്നു എന്ന് മാത്രമല്ല, ആ അധികാരത്തിൻ്റെ കീഴിൽ ഒരുപാട് പേരും അത് ചേരുന്നുണ്ട്. അവരൊക്കെ രാജാവായി അംഗീകരിക്കുന്നു. രാജാവ് അധികാരി എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞു, ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുൻപ് പറഞ്ഞതാണ്. ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ ആയിരിക്കുന്ന സമൂഹത്തിൽ ഇത് സത്യമല്ലേ? നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നുപെടുന്നില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഭരണാധികാരികളൊന്നുമല്ല, വലിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല. ഇന്ന് മലയാളി അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ എവിടേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ആ ചെല്ലുന്ന പല സ്ഥലങ്ങളിലും നമ്മളിൽ പലരും നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല അധികാരികളായിട്ടിരിക്കുന്നുമുണ്ട്. നമ്മൾ ആലോചിച്ചോണം, ഈ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തി ഓർത്തോണം, കേരളത്തിൻ്റെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് യാതൊരു നിവൃത്തിയുമില്ലാതെ നീ ഗൾഫ് നാടുകളിലോ അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ എവിടെങ്കിലുമായിരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ നീ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിൻ്റെ ഒരു കീഴ്സ്ഥാനി വന്ന്, ഒരു പാകിസ്ഥാനി ആയിരിക്കാം, അഫ്ഗാനിസ്ഥാനി ആയിരിക്കാം, നേപ്പാളി ആയിരിക്കാം, ഈജിപ്ഷ്യനായിരിക്കാം, കനേഡിയൻ ആയിരിക്കാം, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ഒരു കീഴ്സ്ഥാനിയായിട്ട് ജോലി ചെയ്യുമ്പോൾ നിന്നോട് അനുവാദം ചോദിക്കുമ്പോൾ, അഭിപ്രായം ചോദിക്കുമ്പോൾ ഓർത്തോണം, ദൈവമേ അറിയാത്ത ജനം സേവിക്കുവാണോ? അറിയാത്ത ജനം അഭിപ്രായം തേടുകയാണോ? ഈ സേവിക്കുക എന്നുള്ളതിന് പകരം കരുതുക എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. നെഞ്ചോട് ചേർക്കുക എന്നുള്ളൊരു അനുഭവമുണ്ട്. നമ്മളൊക്കെ പല സ്ഥാനങ്ങളിൽ പോകേണ്ടി വരും. അറിയാത്ത ദേശക്കാരൻ, അറിയാത്ത ഭാഷക്കാരൻ, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും അതീതമായി നമ്മളെ നെഞ്ചോട് ചേർക്കുന്നില്ലയോ? ഹൃദയത്തിൽ ചേർക്കുന്നില്ലയോ?
ഇതൊരു വലിയ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു, ഞാൻ അറിയാത്ത ജനം എന്നെ നെഞ്ചോട് ചേർക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചോണം. ഞാൻ അറിയാത്ത ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ഞാൻ അറിയാത്ത സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞാൻ അറിയാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നു, അറിയാത്ത തരത്തിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്നു, സ്വപ്നം കാണാത്ത സാഹചര്യങ്ങളോടുകൂടി യാത്ര ചെയ്യുന്നു, ഞാൻ കണ്ടിട്ടില്ലാത്ത നാണയങ്ങൾ എൻ്റെ കയ്യിൽ വരുന്നു, ആഭരണങ്ങൾ എൻ്റെ കയ്യിൽ വരുന്നു. ദൈവനാമം മഹത്വപ്പെടണം പ്രിയമുള്ളവർ. ഇതൊക്കെ വായിച്ചു വിടുമ്പോൾ വ്യർത്ഥമായിട്ട് വായിച്ചു വിടാനല്ല, നമ്മളുടെ വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി, ആത്മസാക്ഷ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ വ്യക്തികളും അത് ചിന്തിക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയംഗമായിട്ട് പാടാം. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എൻ്റെ മേൽ വച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽ വച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഇന്നത്തെ എപ്പിസോഡിൽ 18-ാം സങ്കീർത്തനം 43-ാമത്തെ വാക്യം മാത്രമാണ് നമ്മൾ ധ്യാനത്തിന് വേണ്ടി എടുത്തത്. 43 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് വായിച്ചെങ്കിൽ തന്നെയും 43-ാമത്തെ വാക്യം മാത്രമാണ് ധ്യാനത്തിനായിട്ട് എടുത്തത്. തുടർന്നുള്ള എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗങ്ങളും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.